ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു മീൻ കറി വെക്കാൻ പോവുകയാണ്. അതും കേരള സ്റ്റൈലിൽ, തനി നാടൻ കേരള സ്റ്റൈലിലാണ് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊരു 10 കിലോയുടെ അടുത്ത് വരുന്ന ഒരു ആറ്റുവാള കിട്ടിയിട്ടുണ്ട്. ഇവർ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. ഇതെൻ്റെ കയ്യിൽ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. വെയിറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഇങ്ങനെ തേച്ച് വെളുപ്പിച്ചിട്ട് വെളുക്കാത്ത കാരണം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് അത് എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ണം മീനുള്ളത് കൊണ്ട് വലിയൊരു ചട്ടിയൊക്കെയാണ് എടുത്തത്. ആദ്യം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടത്. അത് നന്നായി വഴണ്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഇതും നന്നായി വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കണം. കാരണം അടുത്ത ദിവസത്തേക്ക് നമുക്ക് കറി ഉപയോഗിക്കണമെങ്കിലും നന്നായിട്ട് വഴറ്റണം. പിന്നീട് ഞാൻ അതിനകത്തേക്ക് കുരുമുളക് പൊടിയും ഉലുവയുമാണ് ആഡ് ചെയ്തത്. ഉലുവ ഞാൻ പൊടിയാക്കി ഉപയോഗിക്കാറില്ല, ഉലുവയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതായത് ഇവിടെ ഏകദേശം ഒരു 30 പീസോളം മീൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും ക്വാണ്ടിറ്റി പൊടിവർഗ്ഗങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിനെയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ പച്ച മണമൊക്കെ കെടുത്തിയെടുക്കണം. അടുത്ത ദിവസത്തേക്ക് കറി ഇരുന്ന് കഴിഞ്ഞാലും ചീത്തയാവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ആ ഒരു കളർ ചേഞ്ച് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ഈ മീനിന് വേവ് കുറവാണ്. ആറ്റുവാളയ്ക്ക് വേവ് കുറവായ മീനായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പും ചേർത്ത് പാകത്തിന് ഇളക്കി എടുക്കുക. ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ പെറുക്കി അങ്ങോട്ട് ഇടുകയാണ്. ഇത് പെറുക്കി ഇട്ടിട്ടിട്ട് ഞാൻ കുഴഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു 10-30 മീൻ ഉണ്ടായിരുന്നു. അതിനെല്ലാം അടുക്കും ചിട്ടയോടുകൂടി വെച്ചെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും തീ ചെന്ന് അത് വേവത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റൈലിലൊക്കെയാണ് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തലയ്ക്ക് ഇവിടെ ഭയങ്കര പിടുത്തമാണ് കേട്ടോ. വെട്ടിയപ്പോഴേ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളെയും പെറുക്കിയിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ലാസ്റ്റ് തലയാണ് ഇടാൻ പോകുന്നത്. തല ഇപ്പം ഇടും കേട്ടോ. നിങ്ങൾ കണ്ടോണേ. കണ്ട ഈ തലയാണ് കൂട്ടാനായിട്ട് ബഹളം ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ അല്ലേ. നമുക്കൊന്ന് അടച്ചു വെച്ചൊക്കെ വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരുപാട് മീൻ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. ഒരുപാട് സമയം അടച്ച് വെച്ച് വേവിക്കരുത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം ഇനി അടിക്ക് പിടിച്ചാലോ. ഞങ്ങളിത് വെളിയിൽ വെച്ചാണ് ചെയ്തത് കേട്ടോ, കാരണം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുറച്ച് നമ്മുടെ കറിവേപ്പിലയുടെ ഒരു പങ്ക് അതിനകത്തുണ്ടല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ എടുത്ത് ഞാൻ ഇടുന്നുണ്ട്, കാരണം നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഇപ്പം തന്നെ ഷാപ്പിലക്കറിയുടെ ഒരു ടേസ്റ്റൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. നിങ്ങളെന്നെ കളിയാക്കുകയൊന്നും വേണ്ട, ഞാനാ വെച്ചുകൊണ്ട് ഞാൻ പൊക്കി പറയുകയൊന്നും അല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് തന്നെ മണം അങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. തിളച്ച് ഇപ്പം തന്നെ കണ്ടോ, കളറൊക്കെ അങ്ങോട്ട് മാറി വന്നിട്ട് ആ ഒരു ഷാപ്പിലെ കറിയുടെയൊക്കെ ആ ഒരു രീതി വന്ന് കണ്ടോ. മീൻ കഷ്ണങ്ങൾ കിടന്ന് തിളക്കുകയാണ്. വായോ, നിങ്ങൾക്ക് ഇപ്പം കഴിക്കാൻ തോന്നില്ലേ ഇത് കണ്ടിട്ട്? ശരിക്കും പറ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോഴെന്താ ഇങ്ങനെ കണ്ടിട്ട് തന്നെ എനിക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് കഴിക്കാറുണ്ട്. ഇപ്പം തന്നെ കളർ കണ്ടോ, അതിൻ്റെ കളർ ഇപ്പം ഷാപ്പിലെ കറിയുടെ ശരിക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിക്ക് ഇതേപോലെ ആറ്റുവാള കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് കറി വെച്ച് നോക്കണം കേട്ടോ.